BLM, Kerala, Tamil Nadu, Pondicherry. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനുള്ള നടപടിക്രമങ്ങൾ കൊച്ചി ED ഓഫീസിൽ അവസാന ഘട്ടത്തിലാണ്. കേസിൽ ഉൾപ്പെട്ട CMRL അധികൃതരുടെയും സ്വത്ത് കണ്ടുകെട്ടിയേക്കും. ED ഉദ്യോഗസ്ഥ സംഘം ഈ മാസം ആദ്യം കണ്ണൂരിലെ പിണറായി പാതിരിയാട് വില്ലേജുകളിലെത്തി പരിശോധന നടത്തിയിരുന്നു. പിണറായി പാറപ്രം റോഡിൽ വീണയുടെ പേരിൽ 80 സെന്റ് ഉണ്ടെന്നും ലഭിച്ച വിവരം. പാതിരിയാട് വില്ലേജിൽ പിണറായി വിജയന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലവും അന്ന് ED ഉദ്യോഗസ്ഥ സംഘം പരിശോധിച്ചിരുന്നു. ഇത് വീണയുടെ പേരിലുള്ളതാണെന്നാണ് സൂചന. നേരത്തെ വീണ വിജയന്റെ 1.5 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് 2019 ജനുവരിയിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് IT കൺസൾട്ടൻസി സേവനങ്ങളുടെ പേരിൽ നൽകിയ 2.78 കോടി രൂപയുടെ വ്യാജ പേയ്മെന്റുകളും ഉൾപ്പെടും. കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ നിർദ്ദേശമുണ്ട്. കേസിൽ അന്വേഷണം വേഗത്തിലാക്കാനും കടുത്ത നടപടികളിലേക്ക് നീങ്ങാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദക്ഷിണ മേഖലാ മേധാവിയും സ്പെഷ്യൽ ഡയറക്ടറുമായ പ്രശാന്ത് കുമാറിന്റെ നിർദ്ദേശം. ഇതിനൊപ്പം കേരളത്തിലെ അവയവ കച്ചവട കേസിൽ മുഖം നോക്കാതെയുള്ള നടപടികൾ വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.